ഡിമാൻഡുള്ള ഒരു പ്രൊഫഷനാണ്, ഡോക്ടറാണ്. പക്ഷേ സാലറി സ്കെയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ പേ സ്കെയിൽ നോക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ പേ സ്കെയിലാണ് ഇപ്പോഴും പല ഡോക്ടേഴ്സിനും കിട്ടുന്നത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എന്തെങ്കിലും ഒന്ന് അഡീഷണലി ഒരു ഇൻകം വേണം എന്നുള്ളൊരാഗ്രഹം വന്നിട്ടാണ് ഒരു കോഴ്സ് ചൂസ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഈ മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് കേട്ടു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആളെ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് കോഴ്സ് എന്ന് ചോദിച്ചു. ധൈര്യമായിട്ട് പഠിച്ചോ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴും എൻ്റെ മുന്നിൽ ക്വസ്റ്റ്യൻ മാർക്സ് ആണ്, വാട്ട് നെക്സ്റ്റ് എന്നൊരു തോട്ട് വരുന്നത്. അങ്ങനെയാണ് എന്തുകൊണ്ട് ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ തുടങ്ങിക്കൂടാ എന്നൊരു ആലോചന വരുന്നത്. ലൈക്ക് ഞാൻ പഠിച്ചത് ഇവിടുന്ന് മാറി നിന്നിട്ടാണ്, നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് കുട്ടീനെയൊക്കെ വീട്ടിലാക്കിയിട്ടാണ് മാറി നിന്നത്. അപ്പോൾ അത്ര കഷ്ടപ്പെട്ട് ഈ കോഴ്സ് പഠിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിക്കൂടാ എന്നൊരു തോട്ട് വന്നിട്ടാണ് ഈ ഒരു മെഡിക്കൽ കോഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നത്. കാരണം നമ്മളൊരിക്കലും വിചാരിച്ചിരുന്നില്ല കോഴിക്കോട് മാങ്കാവ് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുമ്പോൾ ഇത്രയും 7 ബ്രാഞ്ചായിട്ട് വരുന്നോ, ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് തുടങ്ങി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഫിനാൻഷ്യലി ആയാലും മെൻ്റലി ആയാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫിനാൻഷ്യലി ആണ് ഫ്രീഡം ഉണ്ട്.